സ്വാർത്ഥത ഒന്നുകൊണ്ട് മാത്രം ഏതൊരു വ്യക്തിയും ലഭിച്ച വരദാനം ഉപയോഗിക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതും അവരുടെ സ്വഭാവത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. ശക്തി പ്രാപ്തമാക്കുന്നതിലൂടെ ഒരുവൻ ശക്തിശാലിയാവുമെന്നത് യാഥാർത്ഥ്യമല്ല. ശക്തിയെ ബഹുമാനിക്കുവാനും ധരിക്കുവാനുമുള്ള ക്ഷമത അവർക്കുണ്ടാവേണ്ടതാണ്. ഈ ക്ഷമത വരദാനത്തിലൂടെ പ്രാപ്തമാകുന്ന കാര്യവുമല്ല. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ഉത്ഭവിക്കേണ്ടതാണ്. നമ്മുടെ വിചാരങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഭൂരിഭാഗം വ്യക്തികളും തങ്ങളെ തപസ്സിലൂടെ ഈശ്വരനിൽ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ലൗകികമായ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ്. അവരുടെ വിചാരങ്ങളിലെ ശുദ്ധതയും അവരുടെ തീവ്ര തപസ്സും കേവലം ഭൗതികവാസത്തിനുള്ള മാർഗം മാത്രമായി അവശേഷിക്കും. അതിനെ പരിത്യജിക്കുവാൻ വേണ്ടിയാവില്ല. അഹംഭാവത്താൽ അന്ധനായ ഒരു വ്യക്തിക്ക് ഉത്കൃഷ്ടമായത് ദർശിക്കുവാൻ സാധിക്കുകയില്ല. തീർച്ചയായും അവർ തപസ്സനുഷ്ഠിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കുകയില്ല എന്നതുറപ്പാണ്. മറിച്ച് അവർ ആഗ്രഹിക്കുന്നത് ഈ തപസ്സിനാൽ കേവലം തങ്ങളുടെയും തങ്ങളുടെ ബന്ധുജനങ്ങളുടെയും ഉന്നതി മാത്രമായിരിക്കും. ശക്തി പ്രാപ്തമാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ യഥാർത്ഥ രൂപം പ്രത്യക്ഷമാവുന്നതാണ്. അവരുടെ വ്യക്തിത്വത്തിലുള്ള ദോഷങ്ങൾ സ്വമേധയാ പുറത്തു വരുന്നതുമാണ്. അത്തരത്തിലുള്ള വ്യക്തികൾ ഈ ഭ്രമത്തെ പരിപോഷിപ്പിക്കുവാൻ തുടങ്ങുന്നു. ഇതുതന്നെയാണ് നിയമമെന്നും ഇതുതന്നെയാണ് ധർമ്മമെന്നും. അവരുടെ ഈ ചിന്ത അവരെ ഉത്തരവാദിത്തമില്ലാത്തവരാക്കി മാറ്റുന്നു. അവരുടെ ശക്തികളെ അത്യാചാരങ്ങൾക്കും ചൂഷണത്തിനുമുള്ള ഉപാധിയാക്കി മാറ്റുന്നതുമാണ്. ഏതൊരു വ്യക്തിയും വരദാനത്തെ അനീതിക്കും അഹിതത്തിനുമുള്ള മാർഗമായി സ്വീകരിക്കുകയാണെങ്കിൽ നാമും നാരായണനും ഏതെങ്കിലും രൂപത്തിൽ അവതാരമെടുക്കുകയും അവരുടെ അന്ത്യം ഉറപ്പാക്കുന്നതുമാണ്.